അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസും ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസുമായി ബന്ധപ്പെട്ട ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി. ഇത് എക്സാമ്പിൾ അല്ല, ഒരു എക്സസൈസിന് വേണ്ടി മാത്രം ചെയ്ത് പഠിക്കാൻ പ്രാക്ടീസിന് വേണ്ടി മാത്രമാണ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് സീരീസ് തന്നിട്ടുണ്ട്. അതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് എക്സ് കാണുക എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ഓഫ് എക്സ് കാണുക. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾക്ക് യു എൻ എടുക്കാം. യു എൻ ഈക്വൽ ടു എക്സ് മൈനസ് 5 ദ ഹോൾ റൈസ് ടു എൻ ബൈ എൻ സ്ക്വയർ. യു എൻ പ്ലസ് 1 ഈക്വൽ ടു എക്സ് മൈനസ് 5 റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 സ്ക്വയർ. നൗ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് 5 റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 സ്ക്വയർ by x minus 5 raised to n by n square. അപ്പോൾ റിവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് 5 റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു എൻ സ്ക്വയർ ബൈ എൻ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 5 റേസ് ടു എൻ. ദെയർഫോർ ഇവിടുന്ന് എക്സ് മൈനസ് 5 റേസ് ടു എൻ പ്ലസ് 1 ഇതും പോകുമ്പോൾ മേളിലൊരു എക്സ് മൈനസ് 5 കിടക്കും. കാരണം ഇവിടെ ഒരു പവർ കൂടുതലാണ്. That is equal to limit n tends to infinity modulus n square by n square plus 2n plus 1, that is n plus 1 the whole square equal to n square plus 2n plus 1 into x minus 5. That is equal to limit n tends to infinity. നമ്മൾ ഇവിടെ നിന്ന് n square അവിടെ ഉണ്ട് by modulus n square പുറത്തെടുക്കുമ്പോൾ n square into 1 plus 2 by n plus 1 by n square into modulus x minus 5. മോഡുലസ് സെപ്പറേറ്റ് ആയി കൊടുക്കുന്നു, കാരണം ഇതിന് മാത്രമേ ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾ n സ്ക്വയർ കട്ട് ചെയ്ത് പോകും. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ അവിടെ 1 by 1 plus 0 plus 0 എന്ന് വരും. മോഡുലസിൽ ഇൻറ്റു മോഡുലസ് എക്സ് മൈനസ് 5. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 5 എന്നാണ് കിട്ടുക. കാരണം 1 by 1 is 1 മോഡ് എക്സ് മൈനസ് 5. ഇനി നമ്മൾ ഇതിന് കൺവേർജൻ്റ് ആവണമെങ്കിൽ ഈ മോഡുലസ് വാല്യൂ അല്ലെങ്കിൽ കിട്ടിയ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കണം. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം. അടുത്തത് നമുക്കപ്പോൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ മോഡ് എക്സ് മൈനസ് 5 ലെസ് ദാൻ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം -1 ലെസ് ദാൻ എക്സ് മൈനസ് 5 ലെസ് ദാൻ 1. ബട്ട് നമുക്ക് റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് എക്സ് ആണ് വേണ്ടുന്നത്. അപ്പോൾ -5 കളയാൻ വേണ്ടി ഒരു +5 ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ് വരിക? -1 + 5 ലെസ് ദാൻ എക്സ് മൈനസ് 5 + 5 ലെസ് ദാൻ 1 + 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6. ഇതാണ് നമ്മൾക്ക് കിട്ടിയ ഇൻ്റർവൽ. ബട്ട് ഇത് ഫൈനൽ ആൻസർ അല്ല, കാരണം n പോയിന്റ് കൂടി ചെക്ക് ചെയ്യണം. അറ്റ് എക്സ് ഈക്വൽ ടു 4. എക്സ് ഈക്വൽ ടു 4ൽ നമ്മുടെ പവർ സീരീസ് എന്തായി മാറും? സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. എക്സിന് 4 കൊടുക്കുമ്പോൾ 4 മൈനസ് 5 ദ ഹോൾ റേസ് ടു n ബൈ n സ്ക്വയർ ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -1 റേസ് ടു n ബൈ n സ്ക്വയർ. അപ്പോൾ -1 റേസ് ടു n എന്ന് പറയുമ്പോൾ ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസാണ്. നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, ആ ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ അബ്സല്യൂട്ട് സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അബ്സല്യൂട്ട് സീരീസ് എടുത്താൽ ഇറ്റ്സ് അബ്സല്യൂട്ട് സീരീസ് ഈസ് എന്താ വരിക? സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ n സ്ക്വയർ എന്നാണ് വരിക, അല്ലേ? അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പരിഗണിക്കേണ്ട കാര്യമില്ല, പോസിറ്റീവ്. അപ്പോൾ 1 ബൈ n സ്ക്വയർ എന്താണ്? കൺവേർജൻ്റ് ആണ്. കാരണം പി സീരീസ് വഴി ഇത് കൺവേർജൻ്റ് ആണല്ലോ. 1 ബൈ n റൈസ് ടു പി കൺവേർജൻ്റ് ആണ്, പി ഗ്രേറ്റർ ദാൻ 1 വന്നാൽ. അപ്പോൾ ഈസ് അബ്സല്യൂട്ട് സീരീസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ n സ്ക്വയർ ഈസ് കൺവേർജൻ്റ് ബൈ പി സീരീസ്. പി സീരീസ് പ്രകാരമാണ് അത് കൺവേർജൻ്റ് ആയത്. Therefore, അങ്ങനെ അബ്സല്യൂട്ട് സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ഒറിജിനൽ സീരീസും കൺവേർജൻ്റ് ആണ്, നമ്മൾ നോട്ട് എഴുതിയതാണ്. Therefore, എന്താണ്? ദ സീരീസ് ഈസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -1 റേസ് ടു n ബൈ n സ്ക്വയർ ഈസ് കൺവേർജൻ്റ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 4ൽ എന്തായി? കൺവേർജൻ്റ് ആയി. അപ്പോൾ എക്സ് ഈക്വൽ ടു 4ൽ ഈ സീരീസ് പവർ സീരീസ് കൺവേർജൻ്റ് ആയി. അടുത്തത് അറ്റ് എക്സ് ഈക്വൽ ടു 6ൽ നോക്കണ്ടേ? അറ്റ് എക്സ് ഈക്വൽ ടു 6 പവർ സീരീസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 6 കൊടുക്കുമ്പോൾ 6 മൈനസ് 5 റേസ് ടു n ബൈ n സ്ക്വയർ ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ n സ്ക്വയർ. 1 ബൈ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ സീരീസാണ്. അതിപ്പോൾ നമ്മൾ എഴുതിയതേ ഉള്ളൂ. അതെന്താണ്? പി സീരീസ് പ്രകാരം കൺവേർജൻ്റ് ആണ്. ഇറ്റ്സ് കൺവേർജൻ്റ് ബൈ പി സീരീസ്. ഇറ്റ്സ് കൺവേർജൻ്റ്, അത് കൺവേർജൻ്റ് ആണ്
therefore interval of convergence equal to 4 less than or equal to x less than or equal to 6. കാരണം 4ലും 6ലും രണ്ടും കൺവേർജൻ്റ് ആണ്. അപ്പോൾ ആ n പോയിന്റുകൾ കൂടി ഉൾപ്പെടുത്തണം. ഇനി റേഡിയസ് ഓഫ് കൺവേർജൻ്റ് എന്താണ്? b മൈനസ് a ബൈ 2 ഈക്വൽ ടു 6 മൈനസ് 4 ബൈ 2 ഈക്വൽ ടു 2 ബൈ 2 ഈക്വൽ ടു 1. റേഡിയസ് ഓഫ് കൺവേർജൻസ് 1 ആണ്, ശ്രദ്ധിച്ചോളൂ. അടുത്തതായി നമ്മൾക്ക് പഠിക്കാനുള്ള പവർ സീരീസിലെ റേഡിയസ് ഓഫ് കൺവേർജൻസും ഇൻ്റർവൽ ഓഫ് കൺവേർജൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 3 മാർക്കിനോ 4 മാർക്കിനോ അല്ലെങ്കിൽ ഡെഫിനിഷനൊക്കെ ചോദിക്കാൻ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അടുത്ത പവർ സീരീസിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. പവർ സീരീസ് പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞതാണ്, ഈ ഓരോരോ ടേമുകൾ കൂടുന്തോറും സീരീസുകൾ കൺവേർജ് ആവും. അവസാനം അത് കൺവേർജായി 1/1 - x എങ്ങനെയാണ് കൺവേർജ് ചെയ്ത് പോകുന്നതെന്ന് ഒരു പച്ച ഗ്രാഫ് വരച്ച് ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ അത് 1/1 - x കൺവേർജ് ആവുന്നത്. അതേപോലെ സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് പോലുള്ള ഫംഗ്ഷനുകളൊക്കെ പോളിനോമിയലുമായിട്ട് നമുക്ക് കൺവേർജ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, ലോഗ് എക്സ്, ഇ റൈസ് ടു എക്സ് ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളെയൊക്കെ നമുക്ക് പവർ സീരീസിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ കഴിയും. അങ്ങനെ എങ്ങനെയാണ് അത് എക്സ്പാൻഡ് എഴുതാൻ കഴിയുക? അതിനെന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്താൽ ഏത് പ്രകാരം എഴുതണം എന്ന് പറയുന്ന തിയറമാണ് ടെയ്ലേഴ്സ് തിയറം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെയ്ലേഴ്സ് തിയറം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ടെയ്ലേഴ്സ് തിയറം പറയുന്നതാണ്, നിങ്ങളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു, അതായത് നിങ്ങൾക്ക് ഏത് ഫംഗ്ഷനെയാണോ പവർ സീരീസിലേക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് കണ്ടിന്യൂസ് ആയി വരയുന്ന ഫംഗ്ഷൻ ബ്രേക്ക് ആവാൻ പാടില്ല. സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കണം. എക്സിന് ഒരു വില കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ തരുന്നത് സിംഗിൾ വാല്യൂ ആയിരിക്കണം. ഹാവിങ് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവുകൾ എക്സിസ്റ്റ് ചെയ്യണം, ഡെറിവേറ്റീവ് എടുത്തു പോകാൻ കഴിയണം. ഇൻക്ലൂഡിങ് f⁻n-1, അതായത് നിങ്ങൾക്ക് 50 ഡെറിവേറ്റീവ് വേണമെങ്കിൽ 49 വരെയും ഉണ്ടായിരിക്കണം. 1000 വേണമെങ്കിൽ 999 വരെയും, അതായത് f⁻n-1 വരെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ f⁻n എക്സിസ്റ്റ് ചെയ്യണം. ലാസ്റ്റ് ഡെറിവേറ്റീവായ f⁻n എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫംഗ്ഷനെ ഈ പവർ സീരീസിലേക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇതൊരു പവർ സീരീസാണ്, ശ്രദ്ധിക്കൂ. പ്ലസ് ഇട്ട് എക്സ് ഇൻറ്റു എന്നുള്ള രീതിയിൽ എഴുതുന്ന ഒരു പവർ സീരീസാണ്. എങ്ങനെയാണ് എഴുതുക? f of x is approximated to f of a plus x minus a into f dash a plus x minus a the whole square by 2 factorial into f double dash a plus x minus a the whole cube by 3 factorial into f triple dash a plus etc. x minus a raised to n minus 1 by n minus 1 factorial into f raised to n minus 1a plus Rnx. Rnx എന്ന് പറഞ്ഞാൽ അതൊരു റിമൈൻഡർ ആണ്. കാരണം നമുക്കറിയാം ഇത് അപ്രോക്സിമേഷനാണ്. ഒറിജിനൽ ഗ്രാഫും പോളിനോമിയലും തമ്മിലുള്ള അപ്രോക്സിമേഷനാണ്. പൂർണ്ണമായും അതിനകത്ത് ചെറിയ ചെറിയ എററുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ അപ്രോക്സിമേറ്റ് എന്ന് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ എററാണ്, അവിടെ എറർ ഉണ്ടാകാം എന്ന അർത്ഥത്തിലാണ് Rnx. ചിലപ്പോൾ അത് 0 ആവാം, ചിലപ്പോൾ വളരെ ചെറിയ ഡെസിമൽ ആവാം, എന്ത് വേണമെങ്കിലും ആകാം. അതാണ് Rnx. ആ Rnx എന്ന് പറയുന്നത് വേർ Rnx ഈക്വൽ ടു ഇതിൻ്റെ തൊട്ടടുത്ത ടൈം തന്നെ x മൈനസ് എ റേസ് ടു n ബൈ n ഫാക്ടോറിയൽ f റേസ് ടു n മൈനസ് 1 a ആയിരുന്നു. ഇവിടെ f റേസ് ടു n ഈറ്റ എന്ന് എഴുതുക. ഈറ്റ, കാരണം ലാസ്റ്റ് ടേം ആയതുകൊണ്ട്. വേർ ഈറ്റ ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ a, x. ഇത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഡെറിവേഷനാണ്. അതിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ തിയറം എന്നുള്ള അർത്ഥത്തിൽ ഇത്രയും സാധനം പഠിച്ച് എഴുതി വെക്കേണ്ടതാണ് തിയറം എന്നുള്ളത്. ഇതാണ് ടെയ്ലേഴ്സ് തിയറം. പക്ഷേ നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരിക പവർ സീരീസിലാണ്. പവർ സീരീസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സീരീസ് എക്സ്പാൻഡഡ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ, അതായത് റിമൈൻഡറും എന്നും n-1 ഒന്നും ഇല്ലാതെ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ സീരീസ് ടെയ്ലർ സീരീസ് ആയി മാറും. ടെയ്ലേഴ്സ് തിയറം എന്തായി മാറും? ടെയ്ലർ സീരീസ് ആയി മാറും. കാരണം ഇൻഫിനിറ്റിയിലേക്ക് പോകുന്തോറും അവിടെ റിമൈൻഡർ ഉണ്ടാവില്ല. കാരണം ഇൻഫിനിറ്റിയിൽ അവ ഒന്നായി തീരുന്നു എന്നർത്ഥം. റിമൈൻഡർ ഉണ്ടാവില്ല. ദെയർഫോർ പ്ലസ് എക്സെട്ര ഇവിടുന്ന് 3 ടേം കഴിഞ്ഞ് പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതിനെയാണ് ടെയ്ലേഴ്സ് സീരീസ് എന്ന് പറയുക. ഇത് ടെയ്ലേഴ്സ് തിയറമാണ്. ടെയ്ലേഴ്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ടെയ്ലേഴ്സ് സീരീസ് എന്ന് പറയുമ്പോൾ ഈ ഇവിടെ 3 ടേം എഴുതിയ ശേഷം പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതി വെക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ടെയ്ലേഴ്സ് സീരീസ്. ശ്രദ്ധിച്ചോളുക. അപ്പോൾ ടെയ്ലേഴ്സ് തിയറത്തിൽ നിന്നും ടെയ്ലേഴ്സ് സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ, അറ്റ് എക്സ് ഈക്വൽ ടു എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സിൻ്റെ ടെയ്ലേഴ്സ് സീരീസ് എങ്ങനെയാണ് എഴുതുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എക്സ് മൈനസ് എ ഇൻറ്റു എഫ് ഡാഷ് എ പ്ലസ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് എ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റ് ടേംസ്. അവിടെ റിമൈൻഡർ മറ്റൊന്നും എഴുതാറില്ല, കാരണം ഇത് ടെയ്ലേഴ്സ് സീരീസ് ആണ്. മറ്റേ ടെയ്ലേഴ്സ് തിയറമായിരുന്നു. സീരീസിലേക്ക് പോകുമ്പോൾ ഇൻഫിനിറ്റ് ടേംസ് ആണ് നമ്മൾ എഴുതുക. അപ്പോൾ ശ്രദ്ധിച്ചോളുക, ഇതാണ് ടെയ്ലേഴ്സ് സീരീസ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എക്സ് മൈനസ് എ ഇൻറ്റു എഫ് ഡാഷ് എ പ്ലസ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് എ പ്ലസ് എക്സെട്ര. ഇനി അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ തന്നിട്ട് ടെയ്ലേഴ്സ് സീരീസിൽ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, എക്സ്പാൻഡ്
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0 യൂസിങ് ടേലേഴ്സ് സീരീസ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0 യൂസിങ് ടേലേഴ്സ് സീരീസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, കോസ് എക്സ് ആണ്. ദെയർഫോർ നമുക്ക് എയുടെ സ്ഥാനത്താണ് അറ്റ് എക്സ് ഈക്വൽ ടു നമ്മൾ എയുടെ സ്ഥാനത്താണ് 0. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എ വേണം, എഫ് ഡാഷ് എ വേണം, എഫ് ഡബിൾ ഡാഷ് എ വേണം. അപ്പോൾ എഫ് ഓഫ് എക്സ് കോസ് എക്സ് ആകുമ്പോൾ എഫ് ഓഫ് 0, എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0 കോസ് 0 ഈക്വൽ ടു 1. നൗ എഫ് ഡാഷ് എക്സ് എടുക്കുന്നു, മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് 0 ഈക്വൽ ടു സൈൻ 0 ഈക്വൽ ടു 0. നൗ എഫ് ഡബിൾ ഡാഷ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. Therefore, f double dash 0 equal to cos 0 minus cos 0 equal to minus 1. Now, f triple dash x equal to cos x into the minus sin x. രണ്ടും കൂടെ ചേരുമ്പോൾ sin x ആവും. f triple dash 0 equal to sin 0 equal to 0. f fourth derivative of x, sin x into derivative cos x. Therefore, fourth derivative of 0 equal to cos 0 equal to 1. നമുക്ക് അറ്റ്ലീസ്റ്റ് മിനിമം 2 നോൺ വാല്യൂ എങ്കിലും കിട്ടണം. ഇവിടെ 3 നോൺ വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും ഡെറിവേറ്റീവിലേക്ക് പോയത്. ചില ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 2 or 3 ഡെറിവേറ്റീവിൽ തന്നെ നോൺ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സുകൾ എഴുതി, അതിൻ്റെ ഡെറിവേറ്റീവുകൾ എടുത്തു, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കണ്ടു. ഇനി നമ്മൾ ഈ ടേലേഴ്സ് സീരീസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ദെർഫോർ നമുക്ക് എഴുതാം, ദെർഫോർ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ടേലേഴ്സ് സീരീസ് എഴുതുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എക്സ് മൈനസ് എ ഇൻറ്റു എഫ് ഡാഷ് എ plus x minus a the whole square by 2 factorial into f double dash a plus etc. ഇതാണ് നമ്മുടെ ടേലേഴ്സ് സീരീസ്. എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ കോസ് എക്സ് എഴുതുന്നു. കോസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 0 1 പ്ലസ് എക്സ് മൈനസ് 0 ഇൻറ്റു എഫ് ഡാഷ് 0 is sin 0 it's 0 പ്ലസ് എക്സ് മൈനസ് 0 the whole square by 2 factorial into എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ -1 ആയിരുന്നു, പ്ലസ് എക്സ് മൈനസ് 0 ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ട്രിപ്പിൾ ഡാഷ് വരുമ്പോഴത്തേക്ക് വീണ്ടും 0 ആണ്, പ്ലസ് എക്സ് മൈനസ് 0 ദ ഹോൾ റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഫോർത്ത് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ കറക്റ്റായിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. ദെയർഫോർ 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ 1 പ്ലസ് എക്സ് ഇല്ല, കാരണം എക്സ് മൈനസ് 0 ഇൻറ്റു 0 അത് 0 ആയി പോവും. 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഇവിടെ ക്യൂബ് 0 ആയി പോകുന്നു, എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ, കാരണം 4 ഉള്ളൂ പിന്നെ 1. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതാണ്. ഇതാണ് കോസ് എക്സിൻ്റെ പവർ സീരീസിലുള്ള എക്സ്പാൻഷൻ. ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കോസ് എക്സിൻ്റെ പവർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഈവൻ പവറുകൾ മാത്രം വരും. 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇങ്ങനെയാണ് ടേലേഴ്സ് സീരീസ് എക്സ്പാൻഡ് ചെയ്യുക. ഡെറിവേറ്റീവുകൾ കാണുന്നു, വാല്യൂ കൊടുക്കുന്നു, അതെടുത്ത് സീരീസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. ശ്രദ്ധിച്ചോളൂ.